മിക്ക ലൊക്കേഷനിലുള്ളതാണ് ഈ പ്രശ്നങ്ങൾ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിഹാസിന്റെ ഇന്റർവ്യൂ ഞാനൊരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഇന്റർവ്യൂ തന്നെയാണ്. കാര്യം ആ ലൊക്കേഷൻ നടക്കുന്നത് എന്താണെന്നുള്ളത് അറിയണം. അവിടെ വർക്ക് ചെയ്യാൻ പാടില്ല, ഇവിടെയും വർക്ക് ചെയ്യാൻ, മനസ്സിലായോ? നമ്മുടെ ഈ പണിയൊക്കെ നിർത്തണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ സീരിയലുകളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ? മാക്സിമം അവിടെ വർക്ക് ചെയ്തു. നമുക്ക് കളഞ്ഞിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴേ നമുക്ക് വർക്ക് ക്യാൻസൽ ചെയ്തിട്ട് പോകാൻ. സീരിയലിനെ ബാധിക്കത്തില്ലേ അത്? സീരിയലിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. അല്ല, ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഇനി ആരും ഇതിനകത്ത് അതിന്റെ അടിയിൽ കമന്റ് ഇട്ടുകൊണ്ട് വരാൻ നിൽക്കണ്ട. ജയിലറിൽ നമ്മുടെ വിനായകൻ ചേട്ടൻ ചെയ്ത സാധനം നമുക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും? ഒരിക്കലും നേരെയാവത്തില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെയാണോ ചെയ്യുന്നത്? മനഃപൂർവ്വം ചെയ്യുന്നത്. ഒരു ചെറിയൊരു പ്രാങ്ക് കൂടെ ഉണ്ട്, അയാളെ വിളിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മതിയാക്കി അല്ല, ഇതിക്ക് പോലെ 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 പോലെ. ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് ഒരു ചെറുപ്പക്കാരനാണ്, ഒരു സുന്ദരനാണ്. ഇപ്പം സീരിയലിൽ ഓടി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷനിലൂടെ ലൊക്കേഷൻ, അടുത്ത ലൊക്കേഷൻ മാറി മാറി പോകുന്ന ഒരു താരോദയം, ഉദിച്ചിരുന്ന താരോദയമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലേ? വേറാരുമല്ല, നമ്മുടെ പ്രിയങ്കനായിട്ട് നിഹാസാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അതെനിക്ക് തോന്നുന്നു നിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞാൻ തന്നെ എടുത്തല്ലേ? എത്ര വർഷമായത്? ഒരു 2.5 വർഷം എനിക്ക് തോന്നുന്നു. നീ 2 വർഷമാവും അല്ലേ? ഇന്റർവ്യൂ കണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? പിന്നെ ഞാൻ ആദ്യമായിട്ട് ചില സ്ഥലം നമ്മളെ കാണാതിരിക്കോ. നിഹാസിനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് നീ ഞാൻ ലൊക്കേഷനിലാണ്. പിന്നെ അതിനുശേഷം ഏത് സീരിയലായിരുന്നു വന്നത്? നീ ഞാൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ബാലഹനമ്മ ചെയ്തു നമ്മൾ ഏഷ്യാനെറ്റ്. അത് കഴിഞ്ഞ് സൂര്യയില് പ്രൊജക്റ്റാണ്. അതിലാണ് നമ്മള് ഇപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു വർഷങ്ങളോളായിരുന്നു, 3 വർഷത്തോളായിരുന്നു. ഇപ്പൊ 800 എപ്പിസോഡ് കഴിഞ്ഞു. അതിനുശേഷം അതിന്റെ കൂടെ ഇപ്പൊ ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ കുടുംബശ്രീ ചെയ്യുന്നുണ്ട് സി കേരളത്തില്. ചോദിക്കാൻ കാരണം ഞാൻ ഇന്നലെ ഒരു എപ്പിസോഡ് കണ്ടു. ഇതിനകത്ത് ഇന്നലെ 2 ദിവസമായി കണ്ടത്. അതിനകത്ത് താലി കെട്ടാനൊക്കെ പറയുന്നൊരു സീക്വൻസാണ് ഞാൻ കണ്ടത്. അപ്പൊ താലി കെട്ടിയോ? താലി കെട്ടേണ്ടി വന്നു സാഹചര്യം. ആ എപ്പിസോഡൊക്കെ വന്നോ? നിഹാസ്, എനിക്ക് തോന്നുന്നു നിഹാസിന് ബിസിനസ് ആയിരുന്നു അല്ലേ? ഞാന് ഷോപ്പ് ഉണ്ടായിരുന്നു, മെൻസ്വെയർ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ നിലവില്ല. ഞാനിപ്പോ ഒരു 11 മാസം ഏകദേശം ക്ലോസ് ചെയ്തു. വൈൻഡപ്പ് ചെയ്തോ? വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയുണ്ട് വർക്കൊക്കെ? ഇപ്പൊ 2024 തുടങ്ങിയപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഓക്കെയാണ്, പ്രശ്നമില്ലാതെ അങ്ങനെ പോകുന്നു. അല്ല, ചില ലൊക്കേഷനിലൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. മിക്ക ലൊക്കേഷനിലുള്ളതാണ് ഈ പ്രശ്നങ്ങൾ, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വർക്ക് നേരെ പ്രശ്നമാണ്. ഓരോ ലൊക്കേഷൻ നല്ലതാണെങ്കിൽ കുറച്ച് പേര് വരുമ്പോൾ ലൊക്കേഷൻ ഇല്ലാതാവും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ നമുക്ക് പല ലൊക്കേഷനിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പൊതുവെ മടുക്കത്തില്ല, അഭിനയം മടുത്തു പോകും. അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ സീരിയൽ വേണ്ട അതേപോലെ ചെയ്യാൻ പറ്റും. നമ്മൾ മാക്സിമം ശ്രമിക്കും. കാരണം ഈ 3 വർഷമായിട്ട് ഞാനൊരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രൊജക്റ്റിൽ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റുള്ള ലൊക്കേഷനിൽ ഒരു പ്രശ്നമില്ല. നമ്മള് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. വർക്ക് ചെയ്യാനല്ലേ മാക്സിമം നോക്കണം. തീർച്ചയായിട്ടും. ഈ പിന്നെ സുന്ദരിയിൽ ഇപ്പൊ 3ാമത്തെ സുന്ദരിയല്ലേ വന്നിരിക്കുന്നത്? 3ാമത്തെ സുന്ദരിയാണ്. 2 സുന്ദരിയും, ആദ്യത്തെ സുന്ദരി പോയി ലൈവ് ഇട്ടു. 2ാമത്തെ സുന്ദരിയെ ഞാൻ 2 ഇന്റർവ്യൂ എടുത്തതാണ്. അപ്പൊ ആ സുന്ദരിയും പോയി. അപ്പൊ ആ സുന്ദരി വേറൊരു പ്രോജക്റ്റ് ഏറ്റു. ഇപ്പൊ 3ാമത്തെ സുന്ദരി വന്നു. 3ാമത്തെ സുന്ദരിയാണ്. ബ്യൂട്ടിഫുൾ ആണോ സുന്ദരി? കണ്ടില്ല. ഓക്കെയാണ്. പിന്നെ നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സുന്ദരിയുടെ പേരെന്താ? പേര് കറക്റ്റ് എനിക്കും അറിയില്ല, സത്യം പറഞ്ഞാൽ. എനിക്കൊന്നും മലയാളി അല്ലെന്ന് തോന്നുന്നു അല്ലേ? മലയാളി. ഞാൻ ഇടയ്ക്ക് ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ലൊക്കേഷൻ? എങ്ങനെ പോകുന്നു? അതായത് സീരിയൽ എങ്ങനെ പോകുന്നു? എനിക്ക് തോന്നുന്നു യുവ നായകനകത്തല്ലേ? യുവ ഇപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും വിടും. അവനത് ചെയ്യുന്നില്ല. അവനും വേറെ പ്രൊജക്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു സുന്ദരി വിടാനുള്ളത്. അല്ല, അങ്ങനെ പോകുമ്പോഴത്തേന് ആ ക്യാരക്ടർ വൈസ് വെച്ചിട്ടുള്ള ഒരു അപ്പിയറൻസ് അപ്പൊ വേറെ ആളെ കണ്ടുപിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായി വരത്തില്ല? അപ്പൊ അത് സീരിയലിനെ ബാധിക്കത്തില്ലേ? അത് സീരിയലിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. പ്രൊഡ്യൂസറിനെ ബാധിക്കില്ലേ? പ്രൊഡ്യൂസറിനെ ബാധിക്കും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ സീരിയലുകളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ്? ഫിനാൻഷ്യലി ആണോ അതോ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ സൈഡാണോ? ഡയറക്ടർ സൈഡ് കാണും, പ്രൊഡ്യൂസർ സൈഡ് കാണും, എല്ലാ സൈഡും ഉണ്ട്. പക്ഷേ ഇപ്പൊ ഡയറക്ഷൻ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർ സൈഡ് എന്തെങ്കിലും ക്ലിയർ ചെയ്യണം. ചിലപ്പോൾ അങ്ങനെ അല്ല, എല്ലാവരും അരാപരം വർക്ക് നടന്നു പോകണമെന്നില്ല. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാണത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് 3 കൊല്ലം അവിടെ വർക്ക് ചെയ്തത്. അപ്പൊ ഇപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടായി വന്നു. വർക്ക് ചെയ്യണ കാര്യം ഒരു തീരുമാനം ആയിട്ടില്ല സത്യം പറഞ്ഞാല്. അപ്പൊ ബുദ്ധിമുട്ട് എങ്ങനെയുള്ള ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടാണോ അതോ അല്ലെങ്കിൽ സീരിയസ്ലി നമുക്ക് തുറന്നു പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല? കാര്യം എന്താണ് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നം? ആദ്യമൊക്കെ ഇച്ചിരി ലേറ്റ് ആയിരുന്നു, ക്യാഷ് ഒക്കെ വരാറുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ ഫിനാൻഷ്യലി അല്ല, ഇപ്പൊ സെറ്റിനകത്താണ് പ്രശ്നങ്ങൾ. ഇപ്പോ ഡയറക്ഷൻ ഞാൻ പറയാൻ കാരണം എനിക്കിത് പറയണമെന്നുണ്ട്, ഞാനത് പറഞ്ഞോട്ടെ. കാര്യം ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഡേ ഞാൻ സുന്ദരിയുടെ ലൊക്കേഷനിൽ വന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ നമ്മുടെ ദിവ്യൻ ചേട്ടൻ, അദ്ദേഹം പാവമാണ്, നമ്മുടെ സന്ധ്യയുടെ മകൻ. അദ്ദേഹം ഇത്രയും പാവം ഒരു മനുഷ്യൻ. എൻ്റെ അടുത്ത് പൊയ്ക്കോളാനാണ് പറഞ്ഞത്. ചേച്ചിയും കുഴപ്പമില്ല, രാജേന്ദ്ര ചേട്ടനും കുഴപ്പമില്ല. പിന്നെ ഡയറക്ഷൻ സൈഡിൽ വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ വന്നപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ പറയുകയാണ്. വളരെ മോശം അനുഭവമാണ് എനിക്ക് കിട്ടിയത്.
വളരെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അല്ല അതാ ഞാൻ പറഞ്ഞത്, ആരും അങ്ങനെ ഒരു സൈഡ് അറിയുമ്പോൾ ഒരു സൈഡ് അറിയുമ്പോൾ മറു സൈഡ് ചോദിക്കണം. അല്ലാതെ അവര് പറഞ്ഞു അതങ്ങനെയാണെന്ന് ആക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കാൻ ശരിയാണ്. ഇല്ല ഇല്ല ഒരിക്കലും അങ്ങനെ അനുഭവം ഇവിടെ വന്നില്ല. അനുഭവം വന്നു. നമ്മളിത് ഇപ്പൊ എത്ര നാളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിച്ചു വയ്ക്കാൻ. എന്നിട്ട് നമ്മൾ വർക്കിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് നമ്മൾ ഇത്രയും അവിടെ വർക്ക് ചെയ്തത്. അല്ല നിഹാസിനെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പൈസയല്ല അവന്റെ ഒരു ആഗ്രഹം, അഭിനയം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവൻ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷം അവിടെ വർക്ക് ചെയ്തില്ലേ? അതെ അതെ. അല്ല താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ എന്ന് ഇറങ്ങി പോകാൻ. അതെ, ഞാനിപ്പോ നിഹാസിനെ ഇവിടെ വെച്ചെടുക്കാൻ കാരണം, പിന്നെ നമ്മുടെ യുവയെ വീട്ടിൽ പോയി എടുക്കാൻ കാരണമൊക്കെ ഈ ഒരു ഒറ്റ ഒരാൾ കാരണമാണ്. എനിക്ക് ഇതുവരെ ലൊക്കേഷൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സുന്ദരിയിൽ ഉണ്ടായിട്ടേ ഇല്ല എനിക്ക് ഇതുവരെ. മണിയൻ ചേട്ടനായിക്കോട്ടെ നല്ല സപ്പോർട്ടാണ്, കൺട്രോളർ, അവിടെ നിൽക്കുന്ന ഈച്ച് ആൻഡ് എവരി വൺ പേഴ്സൺസ് നല്ല സപ്പോർട്ടാണ്. പക്ഷേ ഇയാളുടെ ഒരു ബിഹേവിയർ, അതിലൊരു അഭിനയിച്ചൊരു സ്ത്രീ ചെന്ന് പറഞ്ഞു കൊടുത്തനുസരിച്ചിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ആരും ഒന്നും അന്വേഷിക്കില്ല, അവർക്ക് ഇപ്പൊ എന്താണ് തോന്നുന്നത് അതുപോലെ. പക്ഷെ ആ പുള്ളിക്കാരി തിരിച്ച് വീണ്ടും നമ്മുടെ ട്രാക്കിൽ വന്നു അല്ലേ? നമ്മളോട് കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ എന്താണ് സത്യം എന്താണ്? ആ പുള്ളിക്കാരിയോട് ഈ ഡയറക്ടർ പറഞ്ഞു നിങ്ങൾ പ്രൊഡ്യൂസറെ വിളിച്ചു പറയാം അല്ലേ നിഹാസ്? അപ്പൊ ആ പുള്ളിക്കാരൻ നമ്മളോട് അത് പറഞ്ഞു തന്നു. നമ്മളോട് പറഞ്ഞു ഞാൻ പറയത്തില്ല, ഇതാണ് കാര്യം, എനിക്കന്ന് വിഷമം വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്, അല്ല ഒന്നും അല്ല എന്നുള്ള കാര്യം നേരത്തെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് നിഹാസിന്റെ ഇന്റർവ്യൂ ഞാനൊരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഇന്റർവ്യൂ തന്നെയാണ്. കാര്യം ആ ലൊക്കേഷൻ നടക്കുന്നത് എന്താണെന്നുള്ളത് അറിയണം. അതിനുവേണ്ടി തന്നെയാണ് നിഹാസിന് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ നമ്മളിപ്പോൾ ഒരു പൂജയിൽ വെച്ചിട്ട്, നമ്മളിപ്പോൾ ആറ്റിങ്ങൽ പൂജയിൽ ടെക്സ്റ്റൈൽസിൽ വെച്ചിട്ട് എടുക്കുന്നത്. കാര്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ചോദിക്കുന്നത് എവിടെ ആയിരിക്കുന്നതെന്ന്. പൂജയിലാണ്. നമുക്ക് വേറെ ലൊക്കേഷൻസ് അവൈലബിൾ ആയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് എടുക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല കുറേ പരസ്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ചെയ്തത് ഇപ്പം നിലവിലിപ്പം എന്താണ് അവിടുത്തെ ഒരു പ്രോബ്ലം? മീൻസ് അതായത് ഡയറക്ഷൻ സൈഡ് മാത്രമേ ഉള്ളൂ, പ്രൊഡ്യൂസർ സൈഡ് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പ്രൊഡ്യൂസർ സൈഡിൽ പ്രശ്നം നിലവിലിപ്പോ ഇല്ല. പക്ഷെ ഈ പറഞ്ഞ ബാക്കി ഡയറക്ഷൻ അവിടെയാണ് ഇപ്പൊ ഏറ്റവും പ്രശ്നം. അവരെന്താണ് അവിടെ പറയുന്നത് അതവിടെ കേൾക്കുന്നു. അത് സത്യാവസ്ഥ ആരും അന്വേഷിക്കുന്നില്ല. അതിന്റെ പിന്നിലുള്ള അന്വേഷിക്കുന്നത് അവിടെ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് അതേപോലെ കേൾക്കാൻ നിൽക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും മാക്സിമം അവിടെ വർക്ക് ചെയ്തു. നമുക്ക് കളഞ്ഞിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴേ നമുക്ക് വർക്ക് ക്യാൻസൽ ചെയ്തിട്ട് പോകാൻ. പക്ഷെ ഇത് ഈ നിമിഷം വരെയും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. വർക്ക് ചെയ്യണമെന്ന് മാത്രം ചിന്തിച്ചിട്ടുള്ളൂ. അവര് ചാർട്ട് ചെയ്യത്തില്ല. ചാർട്ട് ചെയ്യുന്ന നമുക്ക് ഡേറ്റിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വർക്ക് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെയാണോ മനഃപൂർവ്വം ചെയ്യുന്നത്. ഞാനിപ്പോ ഇപ്പൊ കഴിഞ്ഞ തൊട്ട് മുന്നേ കഴിഞ്ഞ ഷെഡ്യൂളിൽ എനിക്ക് കുറച്ച് ഡേറ്റ് തന്നിരുന്നു. ആ ഡേറ്റ് തന്നിട്ട് ഇവിടുത്തെ ഡേറ്റ് ഞാൻ കൊടുത്തപ്പോൾ പുള്ളി പറയാൻ പറ്റത്തില്ല, ഞാൻ കൊടുത്ത ഡേറ്റൊക്കെ എനിക്ക് വേണം. അങ്ങനെ പുള്ളി അതൊരു ഇഷ്യൂ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുക അത് അങ്ങനെയൊന്നും പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് പറയണത്, എനിക്ക് തന്ന ഡേറ്റൊക്കെ പക്കയായിട്ട് വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ അലമുണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തന്ന ഡേറ്റിന് അവിടെ ജസ്റ്റ് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ അവർക്ക് അത്യാവശ്യം ഒന്ന് പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് ആ ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം നമ്മൾ ഈ ചാർട്ട് പൊളിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. എല്ലാവർക്കും ചാർട്ട് പൊളിക്കുന്ന നേരം പാടാണ്. ചാർട്ട് പൊളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഡേറ്റ് തന്നിട്ട് ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് വർക്ക് ചെയ്യാം എന്നാൽ ആ ഒരു ഡേറ്റ് അങ്ങോട്ട് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. രാത്രിയായിട്ടും അവിടെ നിന്ന് കോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഉച്ചവരെ അവർ ചോദിച്ചു നാളെ വേണോ എന്ന്. രാത്രിയായിട്ട് ഇവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം നാളത്തേക്ക് വേണ്ടി. അവർ മിണ്ടിയിട്ടില്ല. രാത്രിയും വിളിച്ചില്ല, രാവിലെയും വിളിച്ചില്ല. എന്നെ ഈ ലൊക്കേഷനിൽ നിന്ന് വീണ്ടും വിളിച്ചു. ഞാൻ അവിടെ പോയി വർക്ക് ചെയ്തു. അവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എന്നെ ഡേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. ആ ഡേറ്റ് അവർ വർക്ക് ചെയ്യാൻ വിളിച്ചില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വർക്ക് ചെയ്യാൻ പാടില്ല, മനസ്സിലായി? അതാണ് ഒരു ഉദ്ദേശം. ഡേറ്റ് തന്നതുമില്ല, തന്ന ഡേറ്റ് എന്നെ വിളിച്ചിട്ടുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ചാർട്ടിലൊരു 13-14 2 ദിവസം ഡേറ്റ് വീണ്ടും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഡേറ്റ് അവിടെ കൊടുത്തേക്കുന്നതുകൊണ്ട് ഡേറ്റ് ഞാൻ വേറെ വർക്ക് എടുത്തിട്ടില്ല. ഞാൻ 11-ാം തീയതി രാത്രി ഞാൻ പ്രൊഡ്യൂസർ സൈഡിൽ തന്നെ മെസ്സേജ് ഇട്ടു. കാരണം ബാക്കി സൈഡ് പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊന്നും അംഗീകരിക്കില്ല. ഞാൻ മെസ്സേജ് ഇട്ടു, ചേച്ചി ഇങ്ങനെയാണ് 12-13 നിങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്, ഇതുവരെയ്ക്കും എന്നെ വിളിച്ചിട്ടില്ല. രാത്രിയായി, നാളെ രാവിലെ വർക്ക് തുടങ്ങാനാണ്, വിളിച്ചിട്ടില്ല. അയ്യോ അതെന്തോ, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഞാൻ ചേച്ചി ഇതിന് മുന്നേ 2 ദിവസം വേണമെന്ന് അത്യാവശ്യം പറഞ്ഞ് ലൊക്കേഷനിൽ അവർ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പോലും എന്നെ ലൊക്കേഷൻ അവിടത്തേക്ക് വിളിച്ചിട്ടില്ല, ഷൂട്ടിന് വിളിച്ചിട്ടില്ല. ആ 2 ദിവസം വെറുതെ പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ. മനഃപൂർവ്വം ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ പാടില്ല, അപ്പൊ അവിടെ ഒരു പ്രശ്നം നടക്കുമല്ലോ, അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പൊ എന്നെ അവിടെ വിളിച്ചിട്ടില്ല. ഈ 12-13 ഇതേപോലെ 2 ദിവസം ഡേറ്റ് എന്നിട്ട് എന്നെ വർക്കിന് വിളിച്ചില്ല. ഞാൻ വീട്ടിൽ ഇരുന്നു. ഇവർ ഇല്ലാത്ത ഡേറ്റ് നമുക്ക് അവർക്ക് കൊടുക്കണം. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് വർക്ക് വേണ്ട. അപ്പം മനഃപൂർവ്വം ചെയ്തതാണ്. ആക്ച്വലി അപ്പം നിഹാസ് അവിടെ പോകാനും പാടില്ല, അവരുടെ അടുത്ത് പോയാൽ വേണം. നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ പാടില്ല, ഇവിടെയും വർക്ക് ചെയ്യാൻ, മനസ്സിലായോ? നമ്മുടെ ഈ പണിയൊക്കെ നിർത്തണം. അതാണ് അവരുടെ ആവശ്യം. അതാണ് സത്യാവസ്ഥ. ഒന്നുമല്ല നിഹാസെ, അന്ന് നമ്മളിപ്പം കൂടുതലായിട്ടൊരു ഞാൻ പറഞ്ഞ എക്സ്ക്ലൂസീവ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ അന്നൊരു സംഭവം നടന്നു. അതായത് നിഹാസ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പുള്ളി ആദ്യമേ എന്നോട് പറഞ്ഞത്, സാധാരണ ലൊക്കേഷനിൽ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്, ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്, നിഹാസിനും അറിയാം. സുന്ദരി തന്നെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ കൺജസ്റ്റഡ് ആണ്, ഒരു ഹോസ്പിറ്റലാണ്. ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ അയാൾ ആദ്യം എന്നോട് പറഞ്ഞത് വളരെ ഹാഷായിട്ടാണ് സംസാരിച്ചത്. കേട്ടോണ്ടിരിക്കുകയാണ്. അത് നിങ്ങളിവിടെ നിന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങളങ്ങനെ പ്രാങ്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ എങ്ങനെയാണ് നിങ്ങളെ മര്യാദയ്ക്ക് എടുത്തിട്ടു, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ
സംസാരം നിഹാസ് കേട്ടോണ്ടിരിക്കുകയാണല്ലേ? ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ സംസാരം കേട്ടപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത് മോശമായിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു കുറേ പേർ ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ രീതി എന്ന് പറയാം അതെന്തോ ചെയ്യുക എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് നിഹാസ് കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോണ്ടിരുന്ന ആളാണ്, ആ ചേച്ചിയുടെ പേര് നമുക്ക് പറയണ്ട, കേട്ടോണ്ടിരുന്ന ആളാണ് ഇതിനകത്ത് വിറ്റ്നസ് ആയിട്ടുള്ളത്. ഇതിനകത്ത് ദൃക്സാക്ഷി എന്ന് പറയുന്ന രണ്ടുപേരും, നിങ്ങളും ഉണ്ട് അവരും ഉണ്ട്. അത് മാത്രമല്ല അവരുടെ കാര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ അവർ തിരിച്ച് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തു. അതിന്റെ കാരണങ്ങൾ പറയാമോ? അതിപ്പോ ചേച്ചി നമ്മളോട് വന്നത് അപ്പൊ തന്നെ പറഞ്ഞില്ലേ, എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ സ്വഭാവം അതാണ്. പുള്ളി ഇപ്പൊ ഇവിടെ ഇരുന്ന് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ എന്നോട് ഇങ്ങനെ ഒപ്പം സംസാരിക്കണം വിചാരിച്ചോ, സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങ് എണീറ്റ് പോകുമ്പോ പുള്ളി തൊട്ടുപ്രതി ആളെ വിളിച്ചിട്ട് നമ്മളെ കുറിച്ച് കുറ്റം പറയും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായേക്കാം. അത് പെണ്ണുങ്ങളുടെ സ്വഭാവം. അയ്യോ അത് വീണ്ടും സഹിക്കാം. അപ്പൊ പുള്ളിയുടെ മെയിൻ പരിപാടി അതാണ്. അപ്പൊ അത് കാരണം അവിടെ ചേച്ചി മാറിയപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ സൈഡ് വിളിച്ചു പറയാം നമുക്കൊരു കംപ്ലൈന്റ് ഉണ്ടാക്കി എടുക്കാം. എങ്ങനെ ഇരിക്കണം എന്നുവെച്ചാൽ ഞാൻ വന്നത് വിളിച്ചു പറയാം നമുക്കൊരു കംപ്ലൈന്റ് ആയിട്ട് എടുക്കാം ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് പുള്ളിക്കൊരു ഇതായല്ലോ, പിടിച്ചു നിൽക്കാറല്ലോ. ഞാൻ പറഞ്ഞു ചേച്ചി, ഞാൻ പറഞ്ഞു വെച്ചി, ഞാൻ മാക്സിമം നോക്കി വെച്ച് പറ്റിയില്ല. പ്രൊഡ്യൂസർ സൈഡും അറിയുന്നില്ല പുള്ളി കളിക്കുന്ന കളികളും. എന്നെ പ്രൊഡ്യൂസറിന്റെ മകനാണ് പറഞ്ഞു വിട്ടേ അങ്ങോട്ട്, ചേട്ടനാണ് പറഞ്ഞു വിട്ടേ അങ്ങോട്ട്. ഞാൻ പറയുന്നത് പ്രൊഡ്യൂസർ സൈഡ് പോലും അറിയുന്ന പുള്ളി എന്താണ് കാണിക്കുന്നതെന്ന്. പുള്ളി നമ്മളോട് ഒന്ന് കാണിക്കുന്നു, അവിടെ ചേച്ചിയുടെ അടുത്ത് ഭയങ്കര സ്നേഹം സപ്പോർട്ടാണ്. ചേച്ചി തിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് വേറെ പലതും പറയുന്നുണ്ട്. അപ്പൊ നമ്മളെടുത്ത് പറയും. ഇവൻ നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പുള്ളി ആളെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയും. അതാണ് ഇങ്ങനെ ഞാൻ പണി കൊടുക്കൂടാ, ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പുതിയൊരു സാധനം അവിടെ അറിഞ്ഞു, എനിക്ക് പണി തരുമെന്ന്. അത് എന്ത് പണിയാണെന്ന് എനിക്ക് അത് അറിയില്ല, എന്താണ് എനിക്ക് തരാൻ പോകുന്ന പണിയെന്ന്. ഞാൻ അവിടെ പുള്ളിയായിട്ട് എനിക്ക് വേറെ ഒരു ബന്ധവുമില്ല. പണി കൊടുക്കുന്ന ജോലി കൊടുക്കുന്ന ആളാണ്. എന്തോ എനിക്ക് പുള്ളി ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് അറിയില്ല. ഇനിയിപ്പോ ഇലക്ഷനൊക്കെ ചിലപ്പോൾ ജോലി കൊടുത്താലേ. അല്ല, ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഇനി ആരും ഇതിനകത്ത് അതിന്റെ അടിയിൽ കമന്റ് ഇട്ടുകൊണ്ട് വരാൻ നിൽക്കണ്ട. ഈ സീരിയലിലെ ആളിലുള്ള ആൾക്കാർ ഈ ധനേശൻ തന്നെ പേരെടുത്ത് പറയാണ്. അയാള് ഇനി എത്ര വലിയ ആളാണെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഉണ്ടോ? അത് അത്രയും പബ്ലിക്കിനെ ഉപയോഗിച്ചിട്ടാണ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വർക്കിന്റെ കാര്യങ്ങൾ അവിടെ ചെയ്യുക, അതിനപ്പുറം ചെയ്യാൻ പാടില്ല. അല്ലാതെ നമ്മളിപ്പോ ഇടയ്ക്ക് വന്ന് കയറിട്ട് ചേട്ടാ ഒരു 5 മിനിറ്റ് കൂടെ, 5 മിനിറ്റ് മനസ്സിലായിട്ടോ, 5 മിനിറ്റ് കൂടെ കേട്ടോ, 5 മിനിറ്റ് കൂടെ കേട്ടോ, ഒരു 5 മിനിറ്റ് കൂടെ ഫാസ്റ്റാക്കാം. നല്ല അഭിനയം പുള്ളി. അല്ല, ഞാൻ നമുക്ക് അന്നത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ആയി. വെച്ചാൽ അത്രയും ആൾക്കാർ മുമ്പിച്ച് എല്ലാവരും എന്നെ വളരെ ഇതായിട്ട്, എന്നെയും അനുചേട്ടനുണ്ട്, അനുചേട്ടനെയും ആ രീതിയിലേ കാണുന്നുള്ളൂ. നമ്മുടെ ക്യാമറ വർക്ക് വന്ന ചേട്ടനെ എല്ലാവരും ചെയ്യുന്ന ഒരു ജോലിയാണ് ഇല്ലേ, നമ്മളും ക്യാമറ ചെയ്യുന്നു, നിങ്ങൾ ആക്ട് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അതെ, പുള്ളി അതുപോലെ ഒരു ജോലി ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പം ആ രീതിയിലേക്കാണ് പുള്ളി നമ്മളെ കുടുംബശത്രു പുള്ളിയാണ് കാണിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നു, ഒരു ഡേറ്റ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം പുള്ളി പറഞ്ഞു. ഇപ്പം എൻ്റെ അടുത്ത് ഇത് മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് ഡേറ്റ് ആദ്യം കുറച്ച് ഡേറ്റ് ചുമ്മാ അങ്ങ് അയച്ചു. കുറച്ച് ഡേറ്റ് എന്നെ ആരാ അയക്കുന്നത്? മണിച്ചേട്ടനാണ് ഇയാളാണ് അയക്കുന്നത്? പുള്ളി തന്നെയാണ് ഈ സംഭവം ചെയ്യണത്. പുള്ളി എനിക്ക് കുറച്ച് ഡേറ്റ് ചുമ്മാ അങ്ങ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഈ ഡേറ്റ് ഒക്കെ മൂവ് വേണം. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ പിറ്റേ ദിവസം ലൊക്കേഷൻ വന്നപ്പോൾ ഞാൻ ചുമ്മാ തമാശയിൽ ഞാൻ ചോദിച്ചു, ചേട്ടോ എന്താണ് ഈ ഡേറ്റ് ഒക്കെ വരുമോ? ഒന്നും മിണ്ടിയില്ല. ഞാൻ ചിരിച്ചങ്ങ് കളഞ്ഞു. ഞാൻ ഓക്കെ വിട്ടു. പിറ്റേ ദിവസം പിറ്റേ ദിവസം വർക്കുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാത്രി വീട്ടിലോട്ട് പോകുന്നവരുടെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഡേറ്റ് നോക്കണ്ട, ഞാൻ ചുമ്മാ അയച്ചതാണ്, നീ അവിടെ ഡേറ്റ് എടുക്കുമ്പോൾ ചേർത്ത് എടുക്കാതിരുന്നാൽ മതി, ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് എടുത്താൽ മതി, നമുക്ക് ലൊക്കേഷൻ വരുന്നത് ഈ വീടും ഓഫീസൊക്കെ വരത്തുള്ളൂ, അപ്പോൾ അത്ര പ്രശ്നമില്ല, ഞാൻ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ചേട്ടാ. എന്നിട്ട് ഞാൻ പോയി. 4 ദിവസം കഴിയുമ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടു. അവിടെ നിന്ന് മര്യാദയുള്ള ടീമാണ്, കുടുംബശ്രീ ശാല. അവിടെ നിന്ന് തന്നെ നമ്മളെ പയ്യൻ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഏതെങ്കിലും ഡേറ്റ് പ്രശ്നമുണ്ടോ? അവന് അവിടെ ഒരു ഡേറ്റും പ്രശ്നമില്ല, നീ ചേർത്ത് ചാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരി ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞു. അവൻ വെച്ചു. ഒരു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ചാർട്ട് അയച്ചു, 9 തീയതി വരെയുള്ള ചാർട്ട് അയച്ചു. അതിൽ 30, 31, 1, 2 ഞാൻ ഫ്രീ ആണ്, എന്നെ വർക്ക് വെച്ചിട്ടില്ല അവിടെ കഴിഞ്ഞ മാസം. കഴിഞ്ഞ ഷെഡ്യൂള്. പിന്നെ ഉള്ളത് 4, 5 എനിക്ക് അവിടെ ഷൂട്ടുണ്ട്, 6 ഫ്രീ ആണ്, 7, 8, 9 അവർ ചാർട്ട് ചെയ്തു. അപ്പോൾ ഇതിനിടെ ഇത്രയും ഫ്രീ ഡേറ്റ് ഉണ്ട്. ഈ ഡേറ്റ് എനിക്ക് തന്നു, ഞാൻ വെച്ചിരുന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ധനേഷ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ അന്ന് അയച്ച ഡേറ്റ് മൊത്തം എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ധനേഷേട്ടാ നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഡേറ്റ് നോക്കണ്ടെന്ന്. അത് പറ്റത്തില്ല, എനിക്ക് ഞാൻ റൈറ്ററോട് ചോദിച്ചു, റൈറ്ററാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അടുത്ത് പറയാൻ, അതുകൊണ്ട് എനിക്ക് തന്നേ പറ്റൂ. ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, ചാർട്ട് ചെയ്ത് കഴിഞ്ഞു, 9 തീയതി വരെ ഉള്ള പറ്റത്തില്ല, 9 തീയതി ശേഷം ധനേഷ് തന്ന ഡേറ്റ് ഞാൻ അവരോട് പറഞ്ഞു അവർ ഒഴിവാക്കി തരും എന്ന് പറഞ്ഞു. ഡേറ്റ് ചെയ്തു, അവിടെ ഡേറ്റ് ചാർട്ട് ചെയ്തു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ പറ്റത്തില്ല, എനിക്ക് തന്നേ പറ്റും. അങ്ങനെ കുറേ ഡയലും കുറേ മെസ്സേജും കാര്യങ്ങളും കുറേ വോയിസ് മെസ്സേജൊക്കെ അയച്ച്
ഇനി പുള്ളി ഒരു പരിപാടി ഉണ്ട് അയച്ചു തന്നെ അപ്പം ഡിലീറ്റ് ചെയ്യും. പിന്നീട് നമ്മൾ കാണിച്ചാൽ തെളിവ് ഡിലീറ്റ് എവരി വൺ ആണോ? അതല്ലേ വേറെ ആരും കാണാൻ പാടില്ല. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ഡിലീറ്റ് ആണ്. അതിലും ഭേദം ധനേഷ് ചേട്ടാ വേറെ ഐഡിയ ഉണ്ട്. അതിനകത്ത് 1 ടൈം കഴിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം. അങ്ങനെ ഡേറ്റ് ഇതാണ് ഇഷ്യൂ അവിടെ സ്റ്റാർട്ട് ചെയ്യണം മെയിനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 9-ാം തീയതി ചാർട്ട് ഡേറ്റ് കൊടുത്തു. അതിനുശേഷം ആ ഡേറ്റിനാണ് ഈ 7 8 വേണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത്. ആ ഡേറ്റ് വേണ്ടാന്നും പറഞ്ഞു. അവസാനം അവിടെയും വിളിച്ചില്ല, എനിക്ക് ഇവിടെയും വർക്കില്ലാതായി. പുള്ളിയുടെ ആവശ്യത്തിന് അത് നടക്കില്ല. എന്താണ് അങ്ങനെ നിഹാസിന്റെ? എനിക്കൊന്ന് യുവയുടെയൊക്കെ കറക്റ്റ് ആയിട്ട് ഡേറ്റ് കൊടുക്കാറുണ്ടോ? യുവയ്ക്കും ഡേറ്റ് ഇതേപോലെ കൊടുക്കും. അപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. നമ്മളിപ്പോൾ 5-ാം തീയതി വരെ ചാർട്ട് തന്നിട്ട് 4-ാം തീയതി ഇല്ലായിരുന്നു, നമ്മൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവർ വിളിക്കേണ്ട 4-ാം തീയതി വേണം. ഓക്കെ ഏട്ടാ, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതുവരെയും വർക്ക് ചെയ്തിട്ടില്ല, ഫ്രീ ഡേറ്റിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നം നമുക്കില്ല. പക്ഷേ ഇവർ ചാർട്ട് ചെയ്യാതെ നമ്മളെങ്കിലും ഡേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ മണ്ടയിലിട്ട് ചാക്കും. ഇപ്പോൾ പുള്ളി ഈ പറഞ്ഞ കാര്യം അവിടെ ഇതുവരെയും പറഞ്ഞിട്ടില്ല. മൊത്തം എൻ്റെ കുറ്റമുണ്ട്, ഞാൻ ഡേറ്റ് കൊടുത്തില്ല. അത് മൊത്തം എൻ്റെ പേരിലാണ്. ഇപ്പം പ്രൊഡ്യൂസർ സൈഡിൽ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്, ഞാനാണ് പ്രശ്നം, ഞാൻ ഡേറ്റ് കൊടുക്കുന്നില്ല. പുള്ളി എനിക്ക് ചാർട്ട് ചെയ്യുന്നല്ലേ എനിക്ക് ഡേറ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അല്ല, അയാൾ അയക്കുന്ന മെസ്സേജ് നിനക്ക് ഒരു സമയം കേൾക്കാനുള്ള സമയം വേണ്ടേ? അപ്പോഴേ ഡിലീറ്റ് ചെയ്താൽ പിന്നെ എങ്ങനെ അത് പ്രൂഫ് കൊടുക്കും നമ്മള്? അതല്ലേ പറഞ്ഞ, അത് പുള്ളി സമ്മതിക്കത്തില്ലെന്നേ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, എടാ ഇങ്ങനെ ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് തെറ്റിപ്പോയി, അത് വീണ്ടും വേണ്ടി വന്നു, നീ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ഒരുപാട് പ്രാവശ്യം. അപ്പൊ നമ്മളത് സ്നേഹം തരും. നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് എപ്പോഴും സന്ധ്യച്ച് പറയാറുണ്ട്, ഇതൊരു കുടുംബം പോലെയാണ്. ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് പഴയ സീരിയൽ ഉണ്ടല്ലോ, കുടുംബത്തിൽ മൊത്തം അടിയാണല്ലോ, ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നത്. ആ കുടുംബമാണ് ഉദ്ദേശം. കുടുംബത്തിലെ വല്യച്ഛനാണ് നിങ്ങൾ ഡയറക്ടർ എനിക്കറിഞ്ഞൂടാ. അല്ല, അതിനകത്ത് നീ പറഞ്ഞതിനകത്ത് കറക്റ്റ് കാര്യം പറയേണ്ട രീതിയിൽ നമ്മൾ ആ ആർട്ടിസ്റ്റുമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു ശത്രുത ഒന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നു, അവർ ഡേറ്റ് തരുന്നു, നമ്മൾ വർക്ക് ചെയ്യാൻ ചെല്ലുന്നു. അവർ ചാർട്ട് തന്നാൽ മാത്രമേ നമുക്ക് ഇന്ന ദിവസം ഷൂട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇത് അറിയാൻ പറ്റത്തില്ലല്ലോ. നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് നാളെ ആ സീനുണ്ടെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അവർ ചാർട്ട് ചെയ്തിട്ട് പറയണ്ട നാളെ അതാണ് സീന്, നാളെ എവിടെ ലൊക്കേഷൻ, അല്ല നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും. ഈ നമ്മൾ ഏഷ്യാനെറ്റിലെ സീരിയൽ ബാലഗണപതി അല്ലേ, ബാലഹനുമാൻ, അതിനകത്ത് എന്താണ് ചെയ്തിരുന്നത്? അതിൽ നായകനായിരുന്നു. നമുക്കൊരു ചെറിയ കഥയായിട്ടല്ലേ വരുന്നത്. നിന്നെ കാണുമ്പോഴേ നീന്ന് വിളിക്കുന്നത് ഞങ്ങളെ അത്ര അടുപ്പമുണ്ടാണ് കേട്ടോ. നിന്നെ കാണുമ്പോൾ അതിനകത്ത് ഈ ഗന്ധർവന്റെ ഒക്കെ ഒരു റോൾ ചെയ്യാൻ പറ്റിയൊരു ഫേസ് അതിനൊക്കെ കേട്ടോ. കഴിഞ്ഞു പോയി. അല്ല, അത് കഴിഞ്ഞു, പക്ഷെ ഫേസ് അത് തന്നെ. ഇനിയും നല്ല റോള് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗന്ധർവന്റെ ഒക്കെ. ഈ ചില റോളുകൾ ഉണ്ണി മൂന്നിന് മാത്രം ആപ്റ്റാന്ന് പറയുന്ന ചില കഥാപാത്രം, അതേപോലത്തെ കഥാപാത്രങ്ങൾ നിനക്ക് സീരിയൽ വരെയുള്ള ചാൻസ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്, നമ്മൾ നോർമൽ എല്ലാവരും ചെയ്യുന്ന സാധനമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. അതായത് അഭിനയത്തിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അല്ലാതെ ചേട്ടാ 5 മിനിറ്റ് കഴിഞ്ഞില്ല ചേട്ടാ, 5 മിനിറ്റ് ആയില്ല ചേട്ടാ. നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ ചേട്ടാ. സുരേഷ് ചേട്ടാ പ്ലീസ്. MD ഏത് വഴി കണ്ടോണ്ടിരിക്കുന്നത് ചേട്ടാ? കസ്റ്റമർ വരുമ്പോ നിങ്ങളുടെ പിന്നെ ഈ റംസാനൊക്കെ വന്നിട്ട് ആഡ് ചെയ്ത ആളാണ് ഇരിക്കുന്നത്. ഈ സംസാരിക്കുന്ന സമയം മതി നമുക്കിത് ക്ലിയർ ചെയ്യാന്. ഞാൻ ചോദിച്ചോട്ടെ, ചേട്ടാ ഇപ്പൊ വന്നിട്ട് തന്നെ ഒരു 10 മിനിറ്റോളായി. ഈ സമയത്ത് ഇപ്പൊ ഇത് കഴിയത്തില്ലായിരുന്നു. 5 മിനിറ്റ് വേറൊന്നുമില്ല ചേട്ടാ. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചേട്ടൻ പറയുന്നേക്ക് നമ്മൾ ആയിക്കോട്ടെ ചേട്ടാ. ഞാനും ഇതുപോലെയൊക്കെ ജോലി ചെയ്ത ഒരാളാണ്, ഞാൻ ചെയ്യാത്ത ഒരാളല്ല. തീർച്ചയായിട്ടും എനിക്കറിയാം. എന്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ഒരു കസ്റ്റമർ ഇപ്പോൾ വന്ന് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കിന് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചാൽ നമ്മൾ കാരണമാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നം കസ്റ്റമർ ഉണ്ടാവത്തില്ല. സുരേഷ് ചേട്ടാ അങ്ങനെ സംസാരിക്കും. നമ്മൾ കാരണം ഇറങ്ങിപ്പോയ സുരേഷ് ചേട്ടാ സംസാരിക്കല്ലേ? അങ്ങനെയല്ല. അല്ല, എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇപ്പൊ ചേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? അത് നിങ്ങൾ സമ്മതിക്കണ്ട ചെയ്യാൻ. കുറച്ച് വിഷയം സംസാരിച്ചോണ്ടിരുന്നു. ചേട്ടൻ വന്ന് ഇടയ്ക്ക് വന്ന് സ്വാഭാവികം ചേട്ടന് പറയാം, ചേട്ടൻ ഇവിടുത്തെ ഡ്യൂട്ടിക്കാരൻ, നമ്മൾ ഇല്ലെന്ന് പറയുന്നില്ല. അതിന്റെ ഫ്ലോ പോയി. ആ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയമേ വിട്ടു. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നേന്ന് എടുക്കണം. അപ്പൊ അത്രയും കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ചേട്ടൻ വീണ്ടും വന്നു. ഇതിനിടയ്ക്ക് പറഞ്ഞ സാധനം മൊത്തം വേസ്റ്റ് ആയില്ല. ഇതിന് പോളിടെക്നിക് പഠിക്കണ്ടേ? ക്യാമറയുടെ സെൻസ് മതി. ഇത് ചേട്ടാ ശ്രീനിവാസന്റെ ഡയലോഗ് പറയാതെ ഞങ്ങൾക്ക് സമയം എന്താ ചെയ്യാനായിട്ട്? ഇപ്പൊ അവന് ഫ്രസ്ട്രേഷൻ ആകുമ്പോ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? ചേട്ടാ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. പോ, അപ്പോഴത്തെ നമുക്ക് കഴിയും. അപ്പൊ നമ്മൾ പറഞ്ഞതിനകത്ത് ഇപ്പം പല റോൾസ് ചെയ്യാൻ നിഹാസിന് പറ്റും, ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ നോർമലി ഇപ്പൊ നമ്മുടെ കഥാനായകൻ, നോർമൽ ഒരു നായകൻ എല്ലാ സീരിയലും കാണുന്നു, അല്ലെങ്കിൽ സിനിമയെ കാണുന്നു, ആ ഒരു സെറ്റപ്പ്. ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പറയാം. പൃഥ്വിരാജ് ചേട്ടാ ഇപ്പൊ ചെറിയൊരു സാധനം ചെയ്തു ആടുജീവിതത്തില്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം അത് കണ്ടിട്ടൊന്നുമല്ല കേട്ടോ. മുന്നേ ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മുടെ വെള്ളം സിനിമയിൽ ജയസൂട്ടൻ ചെയ്തു.
അപ്പൊ അതേപോലെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതാ ഞാൻ പറയുന്നത്, നമ്മള് അതുപോലുള്ള ചെയ്യണം. നമ്മൾ എപ്പോഴും കുറച്ച് ഡയലോഗും ചെയ്ത് നമ്മൾ അങ്ങനല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. അത് കറക്റ്റ് ആണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല കരിയറിൽ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ ബെസ്റ്റ് എന്നല്ല ബെസ്റ്റ് ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കിട്ടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ഞാൻ സൂര്യയിൽ പ്രൊജക്ട് ആദ്യം ചെയ്യുമ്പോൾ ഫുൾ കോമഡി ആയിരുന്നു. ഞാൻ ഒരാളുടെ ഫ്രണ്ടാണ്, എനിക്ക് ഒന്നും അറിയണ്ട, ഞാൻ ഫുൾ കോമഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും കോമഡി ചെയ്യുന്ന ഒരാളായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ക്യാരക്ടർ. പിന്നെ അതുപോലെ നെഗറ്റീവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിന്റെ ഫേസിന് നെഗറ്റീവ് ചേരത്തില്ല. പക്ഷെ എനിക്ക് നമ്മൾ ചെയ്ത് അവിടെ കൊണ്ടുവരുമോ, അത് ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ. നെഗറ്റീവ് ചേരാത്ത ഒരാൾ നെഗറ്റീവ് ചെയ്യുന്നുണ്ട് ഈ ദേവൻ ചേട്ടൻ. ഭയങ്കര സംഭവം. നമ്മളിപ്പോ സുരാജ് ചേട്ടൻ ഫുൾ കോമഡി ചെയ്യുന്ന ആളാണ്. ഇപ്പൊ പുള്ളി ചെയ്യുന്ന ക്യാരക്ടർ ഇങ്ങനെ അല്ല കാണിക്കുന്ന, നമ്മൾ അന്തം വിട്ടു, അയ്യോ ഇതെന്താ സുരാജ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കണേ ഇപ്പൊ, ഭയങ്കര ചേഞ്ച് അല്ലേ. അതുപോലെ ഇന്ദ്രൻ ചേട്ടൻ എന്തൊക്കെ ചെയ്യുന്നു ഇപ്പോ. തീർച്ചയായിട്ടും ഇന്ദ്രൻ ചേട്ടനെ പറയാതിരിക്കാൻ വയ്യ. ഞാൻ കാര്യം ചോദിക്കട്ടെ, എനിക്ക് സീരിയലിൽ സിനിമയിൽ ചെയ്യാനുള്ളൊരു ക്വാളിറ്റി ഒന്നും ഇല്ലടാ. എനിക്ക് ഇതിന് ഒരു ക്വാളിറ്റി ഇല്ലടാ, കണ്ടാലൊരു അപ്പിയറൻസ് ഇല്ലടാ. എനിക്ക് എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല എന്നുള്ളതാ. ഏതിനും വരുന്നത് ഓരോ കഥാപാത്രം അനുസരിച്ചാണ്, അല്ലാതെ ഒരു എന്റെ ഫേസിൽ എന്തായാലും എനിക്ക് വില്ലൻ റോളേ എനിക്ക് കിട്ടത്തുള്ളൂ. അത് പ്രേക്ഷകർക്കും അറിയാം. ഞാൻ ചോദിച്ചോട്ടെ, ജയിലറിൽ നമ്മുടെ വിനായകൻ ചേട്ടൻ ചെയ്ത സാധനം മമ്മൂക്ക ചെയ്ത് എങ്ങനെ ഇരിക്കും? ഒരിക്കലും അറിയാത്തില്ല. അല്ല അതാ പറഞ്ഞത്, അപ്പൊ കഥാപാത്രം അനുസരിച്ചിട്ടാണ് ഒത്തിരി കഥാപാത്രങ്ങൾ മാറി പോയടാ, എന്നിട്ട് തേടി വന്നില്ല എന്നുള്ളതാ. ഞാനൊക്കെ അപ്പൊ എന്തും അതാ ഇപ്പോഴും അയക്കുന്നേ. ഇപ്പോഴും കാസ്റ്റിങ്ങിലും ഓഡീഷനും ഒക്കെ ചുമ്മാ പോകാറുണ്ട്. വെറുതെ അയക്കുന്നു, വിളിക്കുന്നു, അപ്പ പോകും. പക്ഷെ എനിക്ക് നിങ്ങളുടെ പ്രൊഡ്യൂസർ ദിവ്യൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ ഷോർട്ടാക്കി വിളിക്കുകയാണ് അദ്ദേഹത്തെ. അദ്ദേഹത്തിനോട് ഞാനൊരു കാര്യം ചോദിച്ചു, ഒരു കാര്യം ആവശ്യപ്പെട്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടോടാ എന്നാണ് ചോദിച്ചു. എന്നോട് അപ്പോഴേ 3 ഫോട്ടോ ഇടാൻ പറഞ്ഞാൽ ഇട്ട് കൊടുത്തു. 3 ഫോട്ടോ ഇട്ട് കൊടുത്തു. ഇപ്പോഴെല്ലാം 1-2 ആഴ്ചയായി. അദ്ദേഹം അത് ചോദിക്കാനുള്ളൊരു മനസ്സ് എന്തെങ്കിലും നമുക്ക് ഒരു സഹായം ചെയ്തല്ലോ. അതെ, അപ്പൊ നമുക്ക് ഒരു ഡയറക്ടർ ഫ്രണ്ടിൽ നമുക്ക് അറിഞ്ഞൂടെങ്കിലും നമ്മുടെ ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കണ്ടതിന്റെ പിറ്റേ നമ്മൾ റോഡിൽ വെച്ച് കണ്ട ഒരു ശ്രദ്ധിക്കുന്നു. തീർച്ചയായിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മൈൻഡും കാണൂല. അതെ, ഈ ഇപ്പൊ ആൾക്കാർ വിചാരിക്കും യുവന്മാർ ഇതെന്തോടാ പറഞ്ഞോണ്ടിരിക്കും, ഇന്റർവ്യൂ അല്ലേ, സ്വന്തം കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടൊന്ന് പറയാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ, നമ്മുടെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പം നിഹാസിന്റെ പല ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കുടുംബശ്രീ ശാരദയിൽ നല്ല കിടിലൊരു റോള് ചെയ്തോണ്ടിരിക്കും. ഇനി ത്രൂ ഔട്ട് എനിക്ക് എപ്പിസോഡ്സ് ഫുള്ള് അല്ലേ, ത്രൂ ഔട്ട് എപ്പിസോഡ്സ് ഫുള്ള് എനിക്ക് തോന്നി നിഹാസിന്റെ ആണെന്ന്. അതിനകത്ത് എന്താണ് കഥാപാത്രത്തിന്റെ പേരും അതുപോലെ രോഹിത് എന്താണ് അതിനകത്ത് ക്യാരക്ടർ? ഞാൻ ആദ്യം വരുമ്പോ പഴയ ഒരു കാമുകി അന്വേഷിച്ചവിടെ വരുന്നു. എല്ലാ ഇതിലേ ഉള്ളൂടെ. വെറൈറ്റികൾ ആഗ്രഹിക്കുന്നു, വരുന്നില്ല സാധനം. അതാണ്. പക്ഷെ ഇത് വെറൈറ്റി എല്ലാ സിനിമയിലും. കാരണം ഞാൻ തുടങ്ങിയതുമല്ല, തുടങ്ങിയപ്പോൾ ഒരാൾ വെറുതെ വരുന്നു, അവിടെ ഒരു ഡ്രൈവർ ആവുന്നു, വീട്ടില് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ നെഗറ്റീവ് ആവുന്നു, ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ. അല്ല, സിനിമയുടെ എല്ലാ സിനിമയിലും ഞാൻ പറയാൻ വന്നത്, എല്ലാ സിനിമയിലും പിന്നെ സ്ഥിരം പോലീസ് എന്ന് പറയുന്ന പോലെ നീ സീരിയലിലെ സ്ഥിരം കാമുകനായിട്ട് അങ്ങനെ നെയ്മ് എഴുതി വെച്ചിരുന്നത്. അതാണ് പ്രശ്നം. എനിക്കിങ്ങനല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എന്തും ക്രിയേറ്റീവ് ചെയ്തു ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളിവിടെ ചെയ്യാൻ വിളിക്കണം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ, ഒറ്റയ്ക്ക് ചെയ്യരുത്. അല്ല, ഞാൻ ചോദിച്ചാ അത് ഓക്കെ അല്ലേ, ഞാൻ ചെയ്യാൻ ഓക്കെ അല്ലയോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കഥാപാത്രമാണ്, നമുക്ക് അതിൽ ഒരു ആർക്കും എന്തും ചെയ്യാം. എനിക്ക് എന്ത് കഥാപാത്രം ചേരും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേരുന്നൊരു കഥാപാത്രം എന്തായാലും എനിക്ക് പോസിറ്റീവ് എന്തായാലും നെഗറ്റീവ് പറ്റത്തുള്ളൂ. നെഗറ്റീവ് പക്ക അടിച്ചാൻ പറ്റും, അതാണ് നല്ലത്, എല്ലാവരിലേക്കും എത്തുന്നത്. അതുകൊണ്ടാണ് നിനക്ക് നെഗറ്റീവ് വേണമെന്ന് പറഞ്ഞത്, വില്ലൻ റോൾ ചെയ്യാൻ പറ്റും നിനക്ക് ആഗ്രഹം എന്ന് പറഞ്ഞത്. എല്ലാവരുടെ മനസ്സിലും ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന അതായിരിക്കും. 2 കാര്യങ്ങൾ, ഒന്ന് നല്ല കോമഡി കഥാപാത്രം ചെയ്യുന്നവർ, 2 നെഗറ്റീവ് ചെയ്യുന്നത്. ഒരിക്കലും മറക്കത്തില്ല. നമ്മൾ ശത്രുവിനെ എന്തെങ്കിലും മറക്കും? ഒരിക്കലും ഇല്ല. നമ്മൾ എപ്പോഴും മറക്കുന്നു വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് ശത്രുവിനെ ഒരു കാലത്തും മരിക്കാൻ കിടക്കുമ്പോഴും വേണമെങ്കിൽ നമ്മളെ ചിന്തിക്കും, അവനെ കിട്ടിയിരുന്നെങ്കിൽ വന്ന്. അല്ല, ഈ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആഗ്രഹങ്ങൾ കാണും. സിനിമയിലേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ എത്രത്തോളം? കാര്യം ഇതിൽ ഇന്നാൾ സിനിമയിലേക്ക് പോകാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റ് അറിയില്ല. നമ്മളിതുവരെയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. ഞാൻ മൂവി ഇങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് 1-2 ഓഡിഷൻ കഴിഞ്ഞു, പക്ഷെ ഒന്നിലും അങ്ങനെ നമുക്ക് എന്താണെന്ന് അറിയില്ല. നമ്മൾ ഈ സീരിയൽ വർക്ക് നമ്മൾ ആദ്യം പറയും, കാരണം അവർ നമ്മളെ കാസ്റ്റ് ചെയ്തു, നമ്മളെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ആളെന്ന് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് അത് ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമുണ്ടാകും. അതിൽ തന്നെ പ്രശ്നമില്ല നമുക്കത്. ഈ ഓഡിഷൻസ് ഇഷ്ടംപോലെ ആൾക്കാർ, ഓഡിഷനിലൂടെ വന്ന കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, ഈ പറഞ്ഞ അങ്ങനെയൊക്കെ ഒരുപാട് റീച്ച് ആയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അവരൊക്കെ ആർട്ടിസ്റ്റ് ആവുന്നവരുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് കഥാപാത്രം. ബിഗ് ബോസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബിഗ് ബോസ് ഞാൻ കുറച്ചങ്ങനെ എപ്പിസോഡായിട്ട് കണ്ടില്ലെങ്കിലും ഇൻസ്റ്റയിൽ നമ്മൾ ഓൾമോസ്റ്റ് റീൽസ് പോലെ വരുമ്പോഴത്തേക്ക് കാണാറുണ്ട്. കൊള്ളാം,
പക്ഷെ കുറച്ചുകൂടെ ഒരു പൊരുതാൻ എന്തെങ്കിലും ഒരാൾ വരണം. അല്ല പൊരുതാനല്ല, അതിപ്പം നിർത്താൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് അത് ഞാൻ അറിഞ്ഞായിരുന്നില്ല. അത് ഉള്ളതാണെങ്കിൽ അറിയില്ല, ഉള്ളതാണോ സംഭവം എന്തോ. അത് ഞാനും വാർത്തയിലൂടെ കണ്ടത്. അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടു, പക്ഷെ കറക്റ്റ് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. കാരണം സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ. നിഹാസ് ബിഗ് ബോസിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും? ഞാൻ ബിഗ് ബോസിലോട്ട് പോകണമെന്നിങ്ങനെ ഇതുവരെയും അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോയില്ല. വർക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഷോസിലൊക്കെ പോകണം എന്നുള്ള അല്ല ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ പ്രോഗ്രാംസ് ചെയ്താലേ നമുക്കൊരു ഇതുള്ളൂ. അതെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാംസ്. ആൾക്കാർ പറയുന്ന ആ ഷോയിൽ പോലെ വൃത്തിയായിട്ട ഷോ ആണ്, അതിനകത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരുമെന്ന്. നമ്മൾ എന്താണെന്ന് പുറത്തു വരുന്നതാണ്. പക്ഷേ അഖിൽമാര എൻ്റെ സുഹൃത്താണ്. അഖിൽമാരാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഞാൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. അഖിൽമാരോട് ചോദിച്ചു ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുന്ന വെച്ചപ്പം അഖിൽ പറഞ്ഞത്, ഞാൻ അതിലും പോകുന്നതിനെക്കാട്ടും നല്ലത് പിന്നെ ലുലുമാളി പോയിട്ട് മുണ്ട് പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ആള് കൂടുമെന്ന് പറഞ്ഞു. അത് സ്ട്രാറ്റജി ആയിരിക്കാം അഖിലിന്റെ. പക്ഷേ അവൻ നല്ല ഗെയിമറാണ്, അവൻ അതിൽ പോവുകയും ചെയ്തു, കപ്പടിക്കുകയും ചെയ്തു. പക്ഷെ അവൻ ഓട്ടം അവനായിട്ട് അത് അവൻ ഭയങ്കര കഥ പറയാൻ ഇഷ്ടമാണ്, അവന് തമാശയിൽ പറയാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു ക്യാരക്ടേഴ്സിനൊന്നും ഇപ്പോഴത്തെ ഒരു എപ്പിസോഡ്സിൽ കാണാൻ സാധിച്ചില്ല. മൊത്തം വഴക്കാണെന്ന് തോന്നുന്നു. പറഞ്ഞ കാര്യമില്ല, ഓരോ രസം. നിഹാസ് പോയ വഴക്കുണ്ടാക്കുമോ? ഞാൻ പോയി അങ്ങനെ വഴക്കുണ്ടാക്കുന്നില്ല. നമ്മുടെ സാഹചര്യമാണ് അവിടെ ചെല്ലുമ്പോ. അങ്ങനെ നമുക്കിപ്പോ പറയാൻ പറ്റില്ല. നമ്മുടെ സാഹചര്യമാണ്. നമ്മുടെ ആരും മനഃപൂർവ്വം ഒന്നും ചെയ്യാറില്ല. നമ്മളെ കൊണ്ട് തന്നെ ഇടുകയാണ്, തള്ളിയിടുകയാണ്. വീട്ടിലേക്ക് തള്ളിയിടും. പിന്നെ നമുക്ക് എണീക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എവിടെയെങ്കിലും പിടിച്ച് എണീക്കാൻ പറ്റും. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 3 മാസം 4 മാസം വരെ ഹൈപ്പ് കാണും. സീരിയലാണ് ഹൈപ്പ് എപ്പോഴും കാണുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ ഈ പറഞ്ഞ കണക്ക് ഞാനിപ്പോ 3-4 കൊല്ലം വർക്ക് ചെയ്യുന്നു പറഞ്ഞു. എനിക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് കയറി പോവായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തില്ല. നമ്മൾ അവിടെ തന്നെ നമ്മൾ ചെയ്ത ജോലി മര്യാദക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതാണ് വിഷയം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അയാളെ കാണുന്നില്ല, അയാളെ ഒന്ന് വിളിപ്പിക്കാം കേട്ടോ. ഇടയ്ക്കൊരു ചെറിയൊരു പ്രാങ്ക് കൂടെ ഉണ്ട്, അത് അയാളെ വിളിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം വരുന്ന പ്രോജക്റ്റുകൾ, അതായത് ഇനിയിപ്പം സീരിയൽ പുതിയതായിട്ട് ഇനിയിപ്പോൾ എനിക്കൊന്ന് ഒത്തിരി സീരിയൽ ഏഷ്യാനെറ്റിൽ വരാൻ കിടക്കുന്നു. ഞാൻ പുതിയ പ്രൊജക്ട് ഇങ്ങനെ വെയിറ്റിംഗിലാണ്. പുതിയ പ്രൊജക്ട് ഒന്ന് ചെയ്യണം ആഗ്രഹമുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഇത് വരുന്നുണ്ടല്ലേ, ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 സീരിയൽസ് കോള് വന്നു. എനിക്ക് ഏഷ്യാനെറ്റ് ഒന്ന് വന്നായിരുന്നു, മഴവിലൊന്ന് വന്നായിരുന്നു. പക്ഷെ എനിക്ക് ഈ 2 പ്രൊജക്ട്, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത്രയും ആത്മഹത്യ എന്തിനും കാണിക്കാൻ. എനിക്ക് വന്നതേ, ഞാൻ ചോദിക്കുന്നത് ജനാർസാന്റെ സെറ്റ് നിങ്ങൾക്ക് പക്കയാണെന്ന് തോന്നുന്നു. അയ്യോ പക്ക. നമുക്ക് ഒന്നും അറിയണം. നമ്മൾ ആർട്ടിസ്റ്റ് ആണ്, അവരങ്ങനെ നമ്മളെ കാണുന്നത്. നമുക്ക് സാർ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ. സാറ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക അവർ എന്താണെന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ അവരെ എവിടെയെങ്കിലും ഇട്ട് ആ ഒരു പരിപാടി. അതാ പറഞ്ഞേ, ഞാൻ സാറിന് 2ാമത്തെ പ്രൊജക്റ്റാണ് ചെയ്യണം. സാർ 2ാമത്തെ പ്രൊജക്റ്റിലാണ് വിളിക്കുന്നത്. ദൈവഭാഗ്യം കൊണ്ട് സാറിന്റെ പ്രൊജക്റ്റിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതിന്റെ ഭാഗ്യം എന്ന് ഞാൻ പറയും. പിന്നെ എന്റെ ആശാൻ അല്ലെങ്കിൽ എന്റെ ഗുരു എന്ന് പറയുന്നത് ജനാ സാറാണ്. അല്ല സാറിന് എനിക്ക് തോന്നുന്നു നീ ഞാൻ ചെയ്യുന്നതിനകത്ത് വലിയ റോൾ അല്ലെങ്കിൽ ഓഫീസിൽ മാത്രമേ. പക്ഷെ എങ്കിൽ പോലും ആ ഹൈപ്പിനെക്കാളും കൂടുതൽ ഹൈപ്പാണ് ഇപ്പൊ താങ്കൾക്ക് തന്നിരിക്കുന്നത്. സത്യം. അത് നിനക്ക് ചെയ്യാൻ കഴിവുണ്ടെന്ന് കഥയിൽ ഓൾമോസ്റ്റ് നമ്മളെ പൊക്കോണ്ടിരിക്കുന്നത്. മറ്റേത് അങ്ങനെയല്ലോ വരുന്നത്. അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അല്ല അത് ഏറ്റവും വലിയ ഒരു അത് പടത്തിനോട് നന്ദിയാണ് പറയണല്ലേ. പിന്നെ അല്ലാതെ 2ാമത്തെ പ്രോജക്റ്റ് അല്ലേ. എന്തോ ചേട്ടാ ചേട്ടാ ഇപ്പൊ സമയം എത്രയായി ചേട്ടാ? കണ്ടേ ഞാൻ പറയട്ടെ, ഷോപ്പ് അടയ്ക്കാറ്. ഞാൻ സെമിത്താടത്ത് വിളിച്ച് സംസാരിച്ചിട്ടാണ്. ഷോപ്പിൽ നിന്ന് ഞങ്ങളൊന്നും കട്ടോണ്ട് പോകുന്നില്ല ചേട്ടാ. ഇത്രയും ക്യാമറ ഇരിക്കല്ലേ ഇവിടെ. ചേട്ടൻ നിഹാസിനെ അറിയത്തില്ലേ? ചേട്ടാ അവിടുത്തെ പരിപാടിക്ക് വന്നപ്പോൾ നിഹാസ് ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇല്ല ചേട്ടനെ ഫ്രണ്ട് നിന്നപ്പോഴാണ് ഞാൻ നിഹാസിനെ വിളിച്ച് സ്റ്റേജിൽ കയറ്റിയത്. എങ്കിലും അവന്റെ ആർട്ടിസ്റ്റ് അല്ലേ, അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ? പേര് ചോദിക്കുന്നത് ശരിയാണോ? അത് ചേട്ടാ ഇൻസൾട്ട് ചെയ്യുന്നത്, അത് ഇൻസൾട്ട് ചെയ്യുന്നത്. ശരി സമ്മതിച്ചു ചേട്ടാ. ഇപ്പൊ എന്താണ് ചേട്ടന്റെ അടുത്ത ആവശ്യം എന്താണെന്ന് പറയാം. ചേട്ടാ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കൂടെ പറയാൻ ടൈം എടുക്കും. അത് തീരുമ്പോ തീരും. അത് പറയാൻ പറ്റത്തില്ല, തീരുമ്പോൾ തീരത്തുള്ളൂ. നമുക്കത് ഒരിക്കലും പറ്റത്തില്ല. പുള്ളിയുടെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, പറയാൻ പറ്റുമോ? അത് അവൻ വയലന്റ് ആയിക്കൊണ്ടിരിക്കുക. എന്റെ 100 കണക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എനിക്ക് മറുപടി പറയുമ്പോൾ ഇരിക്കും ഞാൻ. ഒത്തിരി സമയം അല്ല ഇരിക്കും. പോലെ ഇരിക്കും. അല്ലല്ല അത് മോശം അല്ല, അത് മോശം. സുരേഷ് ചേട്ടാ അത് മോശം. സുരേഷ് ചേട്ടാ അല്ലല്ല വാ അത് മോശം. അതല്ല, അങ്ങനല്ല. അല്ല നീ പോവല്ലേ. മനസ്സിലാവൂല. സുരേഷ് ചേട്ടാ ഇനി ഒന്ന്
സുരേഷ് ഏട്ടൻ ചെന്നു. എത്ര പ്രാവശ്യം എന്നറിയാം. അല്ല തിരിഞ്ഞു നിന്നോ അങ്ങോട്ട് നിന്ന് ക്യാമറ ഓൺ ആയിക്കോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ ഏട്ടാ. ക്യാമറ ഓൺ ആയാലും എനിക്ക് പണിയാം. അല്ല ക്യാമറ ഓൺ ആയിക്കോട്ടെ കുഴപ്പമില്ല, എങ്കിലും ചേട്ടനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഏട്ടാ. ഇത് ഞാൻ നിഹാസോട് ചേർന്ന് ചേട്ടന് തന്നൊരു പ്രാങ്കാ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ചേട്ടൻ നല്ല പ്രാങ്ക് കൊടുത്ത് തിരിച്ച് അങ്ങോട്ടാ പ്രാങ്ക് വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ. ഇത് തിരിച്ച് ചേട്ടൻ എന്നൊരു പ്രാങ്കാണത്. എന്നെ വിളിച്ചപ്പോഴത്തേക്കിന് എനിക്ക് ഞാനത് കണക്ക് കൂട്ടി തന്നെ വന്നു. കാരണം വെച്ചാൽ ഈ മൂന്നാമത്തെ പ്രാവശ്യം എന്നെ വിളിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മൂവി വേൾഡ് മീഡിയയ്ക്ക് മാത്രം സ്വന്തം സുരേഷ് ഏട്ടൻ നമ്മൾ കൊടുത്ത നമ്മുടെ പൂജയിലെ സൂപ്പർവൈസർ അല്ലേ, പൂജ ഹൈപ്പർ മാർക്കറ്റിലെ സൂപ്പർവൈസർ ആയിട്ടുള്ള ആറ്റിങ്ങിലുള്ള നമ്മുടെ സുരേഷ് ചേട്ടന് സ്വന്തം, സുരേഷ് ബാബു ചേട്ടന് സ്വന്തം ഈ പ്രാങ്ക് നമ്മൾ കൊടുത്തതാണ്. അപ്പൊ നിഹാസെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ചേട്ടൻ നിന്നോ, ഇവിടെ നിന്നോ, എന്തായാലും പ്രാങ്ക് കിട്ടില്ലേ, എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? പറഞ്ഞു. മൂവി വേൾഡ് മീഡിയയിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിന്നോണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മൾ നിഹാസിനെ പ്രോത്സാഹിപ്പിക്കണം, നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. ഇനി വരുന്ന സീരിയലൊക്കെ കാണാം നിഹാസിന്റെ. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും തരുന്നു. നിഹാസെ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.